എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ഹെൽത്തി റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹെൽത്തി റിലേഷൻഷിപ്പിൽ വേണ്ടത് കുറേ ഘടകങ്ങളുണ്ട് അല്ലേ? നമുക്ക് അതിൻ്റെ അകത്ത് 5 കാര്യങ്ങൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിലെ 2 കാര്യങ്ങൾ നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്നതൊക്കെ വേണം? റൊമാൻസ് വേണം, ഇന്റിമസി വേണം, അറ്റൻഷൻ വേണം. സോ നമ്മുടെ ഇന്നത്തെ മെയിൻ ഏരിയ ആയ 2 എണ്ണം എന്താണ്? മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട്. ഇത് 2നെ പറ്റി നമുക്കിന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്നതാ ഈ മ്യൂച്വൽ റെസ്പെക്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാല് തൊട്ട് തൊഴുന്നാണോ മ്യൂച്വൽ റെസ്പെക്ട്? അതോ അവരൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നതാണോ മ്യൂച്വൽ റെസ്പെക്ട്? അല്ല. നമുക്കറിയാം 2 ഇൻഡിവിജ്വൽ ആണ് അല്ലേ? റിലേഷൻഷിപ്പിലുള്ളത് 2 ഇൻഡിവിജ്വൽ ആണ്. സോ അവർ തമ്മിൽ എന്താണ്, ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. 2 പേരും 2 അടുത്തുനിന്ന് വരുന്നു, 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. സോ അവർ തമ്മിൽ എന്താണ് ആദ്യം വേണ്ടത്? അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ, അത്രേ ഉള്ളൂ. അതായത് അഡ്ജസ്റ്റ് അല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണോ ആ വ്യക്തി എന്നുള്ളത്, ആ വ്യക്തി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. കൂടാതെ നല്ല രീതിയിൽ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നമുക്ക് സ്ഥിരം നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൂടാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ, അതൊരു ആണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും, നമ്മൾ അവരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. ലിസൺ ചെയ്യണം. ലിസൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആ സമയത്ത് ഫോണൊക്കെ കിടന്ന് മാറ്റി വെക്കണം. വർക്കുണ്ടെങ്കിൽ വർക്കും മാറ്റി വെക്കണം. നമ്മൾ ആ സമയത്ത് എന്നതാ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം നമ്മൾ ഡെയിലി കൊടുക്കുക. അവർ പറയുന്ന ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന്, ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ടും കൊടുക്കുക. അവിടെയാണ് നമ്മൾ കണ്ടോ മ്യൂച്വൽ റെസ്പെക്റ്റിൽ നിന്ന് നേരെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ടിലോട്ട് വന്നു. ചില സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ എന്താണ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. എന്തെങ്കിലും ഇഷ്യൂസ്, വർക്കിലുള്ള ഇഷ്യൂസ് കാണും, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ കാണാം, മനുഷ്യനല്ലേ? സോ ആ സമയത്ത് നമ്മൾ മെൻ്റലി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കരിയർ വൈസ് ആണെങ്കിൽ ഒന്ന് ഗ്രോത്തിന് വേണ്ടിയും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫാമിലിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ചെയ്തും കൊടുക്കുക. മെൻ്റലി തീർച്ചയായിട്ടും എന്താണ് ഡൗൺ ആവും എല്ലാവരും. സോ ആ സമയത്ത് എന്താണ് സപ്പോർട്ടും ചെയ്യുക. സോ ഓർത്തോണം, മ്യൂച്വൽ റെസ്പെക്റ്റും സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം ആണാണെങ്കിൽ പെണ്ണാളെ എല്ലാവരും ചിലവർ പറയുന്ന ഒരു പൊതുവെ ഉണ്ട്, ഞങ്ങൾ സ്ത്രീകളല്ലേ നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. ഇന്നത്തെ സ്ത്രീ ആണ് പെണ്ണ് ഒന്നും വ്യത്യാസമൊന്നുമില്ല. പരസ്പരം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. കൂടാതെ ദേഷ്യം വരുമ്പോൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേഷ്യം വരുമ്പോൾ വായിക്ക് വരുന്ന ഒന്നും പറയാതിരിക്കുക കേട്ടോ. അതും ഭയങ്കരമായിട്ട് പരസ്പരം ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. ബട്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ വാ വിട്ട് പറയാതിരിക്കുക. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം അല്ലേ? അതല്ലേ നല്ലത്? സോ അവിടെ കുറച്ച് രഹസ്യമായിട്ട് കിടക്കട്ടെ. സോ ഇന്ന് വാലന്റൈൻസ് ഡേ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. സിംഗിൾസും ഉണ്ട്, സിംഗിൾസ് ഇനി മിങ്കിൾ ആവാൻ നിൽക്കുന്നവരും ഉണ്ട്. സോ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പം ബൈ, ചാ.